ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. 1 മിനിറ്റ് ഒക്കെ മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അരമുറി തേങ്ങയെ വേണ്ടുള്ളൂ, വേറെ ഒരു വെജിറ്റബിൾസും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിന് ഈ ഒരൊറ്റ കറി മതി, വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് മിക്സിയിൽ ചെറിയ ജാറിൽ ചേർത്ത് കൊടുക്കാം. ചെറിയ ജാർ തന്നെ വേണമെന്നില്ല കേട്ടോ, വലിയ ജാറായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എരിവിന് മുളകാണ്. അപ്പോൾ ഞാനിവിടെ ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു ചെറിയ 5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം വെല്ലുള്ളി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലി അതുപോലെ തന്നെ മുളകൊന്നും ഇല്ലെങ്കിൽ പൊടികളായിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 നുള്ള് നമ്മുടെ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 നുള്ള് മതി, കൂടി പോരുത്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പൊടികളായിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം പുളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. നല്ല പേസ്റ്റ് മാതിരി അരഞ്ഞ് കിട്ടണം. അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കണ്ട, അത് അരയാൻ പാകത്തിനുള്ള അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം നമ്മൾ ആ അരപ്പ് ഇതേ ഒരു ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത്രയും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് കുറച്ച് കുറുകിയിട്ടാണ് കേട്ടോ വേണ്ടത്. സാധാരണ നമ്മൾ തേങ്ങരച്ച കറി വെക്കുന്ന പോലെ വെള്ളം പോലെ ആക്കരുത്, കുറച്ച് ടൈറ്റ് ആയിട്ടാണ് വേണ്ടത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയുള്ളൂ. തിള പൊട്ടി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം, തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഇത് അരക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഞാനിത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറെ ഒരു പച്ചക്കറി ഇല്ലാത്ത ദിവസം, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈം അല്ലേ, അപ്പോൾ എല്ലാവരുടെ അടുത്തും എല്ലാം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് തിള പൊട്ടുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക. അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇനി ചെറിയുള്ളി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാൽ ആ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ പുതിയൊരു കറിയൊന്നും അല്ല കേട്ടോ, പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന കറികളാണ്. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇത് പരിചയം ഉണ്ടാവില്ല. ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. എന്തായാലും ചോറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. പക്ഷെ കൂടുതലും ആ ഒരു കോമ്പിനേഷൻ വരുന്നത് നമ്മുടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയാണ്. അപ്പോഴത്തേ നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഇത് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ആ ഉള്ളിക്കറി ഒരുപാട് പേര് ഉണ്ടാക്കിയ ദിവസം തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.